എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, ഒരു ദിവസം തന്നെ കടലിലെ തിരമാലകൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വളരെ ബ്യൂട്ടിഫുള്ളാണ് കടലോര കാഴ്ചകൾ. നമ്മൾ എത്ര നേരം നോക്കി നിന്നാലും നമുക്കൊരിക്കലും മതി വരാത്ത ഒരു കാഴ്ചയാണ് കടൽ. ഇവിടെ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് കടൽ എങ്കിലും എത്ര നേരം വേണമെങ്കിലും ഈ ഒരു സീ വോൾ, ഈ കാണുന്നത് സീ വോളാണ്. സുനാമി വന്നതിന് ശേഷമാണ് ഈ കയറിട്ട് കെട്ടി പാറ വെച്ച് പൊക്കിയിരിക്കുന്നത്. അവിടെ കയറിയിരുന്ന് എത്ര നേരം വേണമെങ്കിലും നോക്കിയിരുന്നു പോകും. അത് കടലിൻ്റെ ഒരു പ്രത്യേകതയാണത്. നമ്മളെ വല്ലാതെ ഒരു അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഇതിൻ്റെ ആ തിരമാലകൾ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് രാവിലെ 6 മണിക്കുള്ള വ്യൂ ആണ്. 6 മണിക്കും 7 മണിക്കുമുള്ള വ്യൂ ആണ്. ഈ സമയത്ത് ഇവിടുന്ന് ആ വെള്ളം തിര വരുന്നത് വരെ അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. മീൻസ് നമുക്ക് താഴേക്കായാലും ഇറങ്ങി നിൽക്കാം. അവിടെ ഒരു ആൾ നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. അവിടെ മീനൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അത്യാവശ്യം. ഇത്രയും ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അവിടേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാം. വെള്ളത്തിലായാലും നമുക്ക് ഇറങ്ങാം, വലിയ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഈ പായലൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. ഇനി ഞാൻ അങ്ങോട്ടേക്കൊന്ന് ഇറങ്ങി കാണിക്കാം. ഇപ്പോൾ അവിടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ചെറിയ ഞണ്ടുകൾ ഇഴഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഈ ഒരു ജൂൺ ജൂലൈ മാസത്തിലാണ് ഈ പാറകളിലൊക്കെ ഇത്രയും ഭംഗിയായിട്ടുള്ള നല്ല പച്ചപ്പ് നിറഞ്ഞ പായൽ പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ എനിക്കിവിടെ ഈ ഒരു പ്ലേസിൽ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ കടലുള്ളൂ. മണ്ണിലേക്ക് നമുക്ക് കടലിലേക്ക് വേണമെങ്കിലും ഇറങ്ങി ചെല്ലാൻ പറ്റും. ഈ ഒരു ടൈമിൽ ഇറക്കമാണിപ്പോൾ. ഈ ഒരു ടൈമിലാണ് നമുക്ക് ചൂണ്ടയിട്ട് കഴിഞ്ഞാലും മീൻ കിട്ടാൻ സാധ്യതയുള്ളൊരു ടൈം. അങ്ങ് ദൂരെ അങ്ങ് കാണുന്നത് കണ്ടോ, ഒരു ചെറിയൊരു ലൈൻ പോലെ കാണാനുള്ളൂ. അതാണ് പുലിമുട്ട്. അതിൻ്റെ വീഡിയോ അവിടെ പോയി എടുത്തിട്ടുള്ള വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതുകൂടി കാണാവുന്നതാണ്. ഇവിടെ ഈ കല്ലുകളിലൊക്കെ ചെറിയ ചെറിയ ഉച്ചുകളുണ്ട്. ഇത് അത്യാവശ്യം വലുതാകുന്നതാണ് ആ വെള്ള നിറത്തിലുള്ള ഉച്ച്. അതിന് നമുക്ക് കറി വയ്ക്കാനും ഫ്രൈ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യും. ഇപ്പോൾ അത്യാവശ്യം നല്ല ഇറക്കമാണ്. വെള്ളം അങ്ങോട്ടേക്ക് ഇറങ്ങി നിൽക്കുവാണ്. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് കൃത്യമായിട്ട്. ഇപ്പോൾ ഈ ഒരു ലെവലിലാണ് തിരമാല അടിക്കുന്നതും വെള്ളം നിൽക്കുന്നതും. അപ്പോൾ ഇതാണ് മോർണിംഗ് വ്യൂ. അതാണ് ഞങ്ങളുടെ വീട്. ഇത്ര അടുത്താണ് കടൽ. സുനാമി വന്ന ടൈമിലൊക്കെ നന്നായിട്ട് ഈ വീടല്ലായിരുന്നു, ചെറിയൊരു വീടായിരുന്നു. ആ വീടിൻ്റെ അകത്ത് ഫുള്ള് വെള്ളമൊക്കെ കയറിയിട്ട് എല്ലാ സാധനങ്ങളും വെള്ളത്തിൽ ഒഴുകി നടക്കുമായിരുന്നു. അപകടങ്ങളൊന്നും പറ്റിയിട്ടില്ല. കാരണം ആ ശക്തമായ നമ്മുടെ ആ പുലിമുട്ട് നിൽക്കുന്നത് കൊണ്ട് അപകടങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. ഇത് ഉച്ചയ്ക്ക് ഉള്ള വ്യൂ ആണ്. ഒരു 12 മണിക്ക് ശേഷമുള്ളൊരു വ്യൂ ആണ്. 12 മണിക്കും 1 മണിക്കും ഇടയ്ക്കുള്ളൊരു വ്യൂ ആണ്. നല്ല റഫാണ് കടൽ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്പോട്ടിൽ നിന്ന് നമുക്ക് കടലിലെ വെള്ളത്തിൽ കുളിക്കാൻ പറ്റും. കാരണം നല്ല ശക്തിയായിട്ട് തിരമാല അടിച്ച് ഈ കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നില്ലേ, അതിൻ്റെ മുകളിലൂടെ കടന്ന് ഇപ്പുറം വീഴും. എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് വീടിൻ്റെ ബാക്ക് സൈഡിലേക്കൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ തുണി കഴുകുന്ന സമയത്തോ ഒക്കെ കടൽ വെള്ളം നന്നായിട്ട് ശക്തിയായിട്ട് തലവഴിയെ വീഴാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്വഭാവമായിരിക്കും
ഉച്ച സമയമാകുമ്പോൾ കടലിന് നല്ല റഫായിരിക്കും. ഇനി അടുത്തത് കാണാൻ പോകുന്നത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവനിങ് വ്യൂ ആണ്. ഇപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ പൊതുവെ പകൽ കൂടുതലാണ്, ഇതുവരെ സൺസെറ്റ് ആയിട്ടില്ല. ഇതൊരു 4 o'clock ശേഷം 4നും 5നും ഇടയ്ക്കുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഇങ്ങനെയായിരിക്കും. നല്ല ഒരു ലൈറ്റ്, നന്നായിട്ട് നല്ല വെട്ടമായിരിക്കും ആകാശത്ത്. ഇപ്പോൾ 6 മണിക്കും 7 മണിക്കും ഇടയ്ക്കുള്ള വ്യൂ ആണ്. ഇപ്പോൾ കളേഴ്സ് വളരെ കുറവാണ്. യൂഷ്വലി നല്ല വെയിലുള്ള സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ മഴക്കാലമാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ. അല്ലെങ്കിൽ നല്ല ഡാർക്ക് ബ്ലൂവും ഡാർക്ക് ഓറഞ്ച്, റെഡ്, യെല്ലോ, അങ്ങനെയുള്ള ഒരുപാട് ഷെയ്ഡ്, ഒരുപാട് ഫോട്ടോസ് ഫോണിന് മുൻപ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടില്ല. സമ്മർ ടൈമിലാണ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഈവനിങ് ടൈം. ഈവനിങ് ടൈമിലും അത്യാവശ്യം ചെറിയ രീതിയിലുള്ള തിരകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മോർണിംഗ് ടൈമിലെ പോലെ തന്നെ ഉച്ചയ്ക്കുള്ള അത്ര റഫ് ആയിരിക്കില്ല ഈവനിങ് ടൈമിൽ കടൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. പുതിയ നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയെക്കുറിച്ചുള്ള കമൻസും ഒക്കെ നമ്മുടെ കമൻസ് ബോക്സിൽ ഉറപ്പായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.